Hi everyone, how are you beautiful people? This is me Sumaya and welcome back to my another video of my Flap to Fab series. അപ്പോൾ ചെറിയ കുറച്ച് അപ്ഡേഷനൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വർക്കൗട്ട് ഡയറ്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അത് ചെയ്യാതിരുന്ന മെയിൻ കാര്യം പർപ്പസ്ഫുള്ളി ഞാൻ ചെയ്യുന്നതല്ല, ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉഴപ്പി അടക്കുന്നതെന്നൊക്കെ പലരും വിചാരിക്കും. ഒരിക്കലുമല്ല. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു മരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു ഫ്യൂണറലുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ച് വയ്യായ്മകളൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ വയ്യായ്മകൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ഈ മൈ ഫ്ലാപ്പ് ടു ഫാബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇൻട്രോ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വയ്യായ്മ, ബുദ്ധിമുട്ടുകൾ, പീരീഡ്സ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്യൂ ഡേയ്സ് നമ്മൾ ഒന്നിച്ച് ബാക്ക് അടിച്ച് നിൽക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ആ ഫ്യൂ ഡേയ്സ് നമ്മൾ വർക്കൗട്ട് ഡയറ്റിലൊന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മളെ ഹെൽത്ത്, ആരോഗ്യം റീഗെയിൻ ചെയ്തെടുക്കുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പലരും വിചാരിക്കും നമ്മൾ ഉഴപ്പി നടക്കുന്നതാണ്. അത് പക്ഷേ ആർക്കും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഞാൻ ആക്ച്വലി ഇത് ഉഴപ്പുന്നതല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു എൻ്റെ ഇൻട്രോ വീഡിയോയിൽ, ഞാൻ ഫ്യൂ ഡേയ്സ് ചിലപ്പം ഞാനിത് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വർക്കൗട്ട് ഡയറ്റൊക്കെ ചെയ്യാതിരിക്കും. പക്ഷേ പിന്നെ ഞാനത് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 1 or 2 ഡേയ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വർക്കൗട്ടും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എൻ്റെ ഡയറ്റും കാര്യങ്ങളൊന്നും ഞാൻ തെറ്റിച്ചിട്ടൊന്നുമില്ല. ആക്ച്വലി പൂർണ്ണമായിട്ടും ഞാൻ തെറ്റിച്ചൊന്നുമില്ല. പക്ഷേ നമുക്ക് വയ്യായ്മകളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് സ്വമേധയ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല രീതിയിൽ അലർജി, ജലദോഷമൊക്കെ എനിക്കുണ്ടായിരുന്നപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പാടായിരിക്കും. അപ്പം എൻ്റെ ഇൻട്രോ വീഡിയോയിലൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫ്യൂ ഡേയ്സ് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഡയറ്റ് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ തെറ്റിച്ചൊന്നുമില്ല. പക്ഷേ വയ്യായ്മകൾ, അലർജി, ഇതൊക്കെ ജലദോഷമൊക്കെ കയറിയിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് തന്നെ സ്വമേധം ഉണ്ടാക്കി തിന്നാനും ഓരോന്ന് ചെയ്യാനും ഒക്കെ നമുക്ക് പാടായിരിക്കും. പിന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഹെൽത്ത് റീഗെയിൻ ചെയ്യുക എന്നുള്ളതല്ലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഫ്യൂ ഡേയ്സ് നമ്മൾ ഒരു ഗ്യാപ്പ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഈ ഒരു വെയ്റ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ ഈ ഒരു മൈ ഫ്ലാപ്പ് ടു ഫാബ് സീരീസ് ഞാൻ നിർത്തിയിട്ട് പോയി എന്നതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എന്തായാലും ഇതാക്കും 2 ഡേയ്സൊക്കെ ബിഫോർ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചായിരുന്നു. കാരണം വയ്യായ്മ, എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുള്ളപ്പോൾ വി ക്യാൻ ഹാവ് ഇറ്റ്. പക്ഷെ അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിന്ന് നമ്മുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഈ പറയുന്ന പോലെ വർക്കൗട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യും. ഓക്കെ, അപ്പം പലരും ചിന്തിക്കുന്നുണ്ട് ഞാൻ വീണ്ടും പഴയതുപോലെ കുറച്ച് ദിവസം ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി അങ്ങ് നിർത്തിയെന്ന്. ഒരിക്കലുമില്ല. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു 1 or 2 ഡേയ്സൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു ഞാൻ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തുടങ്ങുന്നതായിരിക്കും. ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് ഡയറ്റൊന്നും ഞാൻ തെറ്റിച്ചിട്ടൊന്നുമില്ല. ബട്ട് എന്നിരുന്നാലും എനിക്ക് കംപ്ലീറ്റ്ലി ഡയറ്റിൽ ഫോക്കസ് ചെയ്യാനും എനിക്ക് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തെങ്കിൽ പോലും എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇഷ്യൂസും വൈഫൈ ഇഷ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പോസ്റ്റിംഗ് ഒന്നും എനിക്ക് തന്നെ നടക്കുന്നില്ലായിരുന്നു. ബട്ട് എന്നിരുന്നാലും കുഴപ്പമില്ല. ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് എവിടെ മാരത്തോൺ ഓട്ടോ ഒന്നും ഓടാനൊന്നും ഇല്ലല്ലോ. ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, വെയിറ്റ് ആൻഡ് ബി പേഷ്യൻറ്റ്, അത്രയേ ഉള്ളൂ. ആൻഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഗോതമ്പ് ദോശയും കറിയും. ബട്ട് ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് വയ്യായ്മയും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. സോ ഇറ്റ്സ് ലൈക്ക് 106 kgs ആയിട്ടുണ്ട് ഞാൻ. അതായത് 4 kgs ടോട്ടലി എൻ്റെത് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിന് ഈ വേവിങ് സ്കെയിൽ ഡിഫറൻസ് വന്നുകൊണ്ടാണോ എന്തോ. കാരണം എൻ്റെ വീട്ടിലത്തെ വേവിങ് സ്കെയിലും ഞാൻ യൂസ് ചെയ്യുന്ന വേവിങ് സ്കെയിലും ഹോസ്പിറ്റലിലത്തെ ഇതും രണ്ടും 2 രീതിയാണ്. ഹോസ്പിറ്റലിലത്തത് മാനുവൽ രീതിയിലത്തുള്ള വേവിങ് സ്കെയിലും എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡിജിറ്റലുമാണ്. സോ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് എന്നിരുന്നാലും 4 kgs കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. ബട്ട് ഈ 4 kgs വേണമെങ്കിൽ പെട്ടെന്ന് കയറാം. ബട്ട് എന്നിരുന്നാലും ലെറ്റ്സ് നോട്ട് ബി നെഗറ്റീവ്. ഓക്കെ ദെൻ, ബൈ, ടേക്ക് കെയർ, ലവ് യു.